ഒരിടത്ത് വീരേന്ദ്രസിംഹൻ എന്നൊരാൾ ജീവിച്ചിരുന്നു. ഈശ്വര കാര്യങ്ങൾ പറയുന്നവരെ അയാൾക്ക് പരമപുച്ഛമായിരുന്നു. അപകടം, നരകം, സ്വർഗം, ശിക്ഷ എന്നൊക്കെ പറഞ്ഞ് മറ്റുള്ളവരെ ഭയപ്പെടുത്തുകയും ദുർബലപ്പെടുത്തുകയും ചെയ്യുന്നവരാണ് അവർ എന്നും തനിക്ക് അങ്ങനെയുള്ളവരോട് സംസാരിക്കുന്നതിലല്ല, മറിച്ച് നല്ല കാര്യങ്ങൾ മാത്രം സംസാരിക്കുന്നതിലാണ് താൽപ്പര്യം എന്നും അയാൾ പറഞ്ഞു നടന്നു. ആധ്യാത്മിക പ്രഭാഷണങ്ങൾക്ക് പോകുന്നവർ സമയം കളയാൻ വേണ്ടിയാണ് പോകുന്നത് എന്നായിരുന്നു അയാളുടെ വാദം. ഒരു ദിവസം വീരേന്ദ്രസിംഹൻ ഒരു ഭൃത്യനുമായി ഒരു ദൂരയാത്രയ്ക്ക് പോയി. കയ്യിൽ കുറേയേറെ പണവുമുണ്ടായിരുന്നു. അവർ ഒരു സത്രത്തിലെത്തി രാത്രി കഴിച്ചു കൂട്ടാൻ നിശ്ചയിച്ചു. യജമാനൻ അത്താഴം കഴിക്കുമ്പോൾ വേലക്കാരൻ സത്രത്തിൻ്റെ അടുക്കളയിൽ ചുറ്റിപ്പറ്റി നിന്നു. അപ്പോൾ ചിലർ അയാളുടെ യജമാനൻ പോകാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്താനുള്ള 2 വഴികളെക്കുറിച്ച് സംസാരിക്കുന്നത് അയാൾ കേട്ടു. ഒരു വഴി ദൂരം കൂടിയതും കല്ലും മണ്ണും നിറഞ്ഞ് ദുർഘടമായതും എന്നാൽ അപകടം ഇല്ലാത്തതുമായിരുന്നു. 2ാമത്തെ വഴി എളുപ്പവും സുഖകരവുമായിരുന്നു, പക്ഷേ കള്ളന്മാർ ധാരാളം ഉള്ളതുകൊണ്ട് അപകടം നിറഞ്ഞതുമായിരുന്നു. ഇതൊക്കെയാണ് അവർ സംസാരിച്ചത്. അപകടങ്ങളെക്കുറിച്ചും മുന്നറിയിപ്പുകളെക്കുറിച്ചും സംസാരിക്കുന്നത് ഇഷ്ടമല്ലാത്ത തൻ്റെ യജമാനനോട് ഇതിനെക്കുറിച്ചൊന്നും പറയേണ്ട എന്ന് ഭൃത്യൻ നിശ്ചയിച്ചു. നേരം പുലർന്നു. സ്വാഭാവികമായും അയാളുടെ യജമാനൻ എളുപ്പവഴിയാണ് തിരഞ്ഞെടുത്തത്. അധിക ദൂരം ചെല്ലുന്നതിന് മുമ്പേ അവർ കുറെ കാട്ടുകള്ളന്മാരുടെ പിടിയിലായി. ആ കള്ളന്മാർ അവരുടെ കയ്യിലെ പണം മുഴുവൻ തട്ടിയെടുത്ത് അവരെ പൊതിരെ തല്ലുകയും നഗ്നരാക്കി മരത്തിൽ കെട്ടിയിടുകയും ചെയ്തു. ഭൃത്യൻ ഉറക്കെ പറഞ്ഞു, "ഈ വഴി വന്നാൽ അപകടമാണ് എന്ന് എനിക്ക് അറിയാമായിരുന്നു." അത് കേട്ട് യജമാനൻ കുപിതനായി. അയാൾ പറഞ്ഞു, "വിഡ്ഢി, നീ എന്തുകൊണ്ട് അത് നേരത്തെ പറഞ്ഞില്ല? അങ്ങ് എപ്പോഴും പറയാറില്ലേ, അപകടങ്ങൾ, ശിക്ഷ, പരിഹാരം, പ്രായശ്ചിത്തം എന്നതിനെക്കുറിച്ചൊക്കെ പറയുന്നവർ ആളുകളുടെ മനസ്സിനെ മോശപ്പെട്ട രീതിയിൽ സ്വാധീനിക്കുകയും ദുഃഖിപ്പിക്കുകയും ചെയ്യുന്നവരാണ് എന്ന്. അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത്." ഭൃത്യൻ പറഞ്ഞത് കേട്ട് യജമാനൻ ഒന്നും മിണ്ടാനാകാതെ നിന്നുപോയി. പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സന്മരന്ദരസമാധുരീതുലനകർമ്മഠാക്ഷരസമുല്ലസന്നർമ്മപേശലവചോ വിലാസപരിഭൂതനിർമ്മലസുധാരസാം കമ്രവക്ത്രപവനാഗ്രഹ പ്രജലദുന്മിഷൽ ഭ്രമരമണ്ഡലാം തുർമഹേ മനസി ശർമ്മദാമനിശമംബികാം ത്രിപുരസുന്ദരീം. നറുതേനിൻ്റെ മാധുര്യത്തിന് തുല്യമായ വാഗ്വിലാസം കൊണ്ട് പരാജയപ്പെടുത്തിയ അമൃതരസത്തോടു കൂടിയവളും മനോഹരമായ മുഖത്തിൽ നിന്നും ഉണ്ടാകുന്ന സുഗന്ധം നിറഞ്ഞ നിശ്വാസവായുവിനായി പറന്നു കളിക്കുന്ന വണ്ടിൻ കൂട്ടത്തോടു കൂടിയവളും ഭക്തജനങ്ങൾക്ക് എപ്പോഴും സുഖം പ്രദാനം ചെയ്യുന്നവളുമായ അമ്മേ ത്രിപുരസുന്ദരീ ദേവി, ഞാൻ അവിടുത്തെ ശരണം പ്രാപിക്കുന്നു. ഏതെങ്കിലും ഒരു വസ്തുവിനെയോ ആശയത്തെയോ സൂചിപ്പിക്കുന്ന പദത്തെയാണ് നാമം എന്ന് പറയുന്നത്. എന്നാൽ ആകൃതിയോ രൂപമോ കൃത്യമായി നിശ്ചയിക്കാൻ പറ്റാത്ത ഒന്നിന് രൂപവും നാമവും കൽപ്പിക്കുക സാധ്യമല്ല. ലളിതാ പരമേശ്വരീ ദേവിയുടെ 1000 നാമങ്ങൾ കൊണ്ട് വാഗ്ദേവതകൾ നമുക്ക് നൽകുന്നത് അമ്മയുടെ ഗുണവിശേഷങ്ങളുടെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്. അതായത് ജഗദീശ്വരിയെ പൂർണ്ണമായും അവതരിപ്പിക്കുവാൻ ഒരു നാമത്തിനും സാധ്യമല്ല എന്ന് അർത്ഥം. അതുകൊണ്ട് ലളിതാ സഹസ്രനാമത്തിൽ 300ാമത്തെ നാമമന്ത്രമായി നാമരൂപ വിവർജിത എന്ന നാമമന്ത്രത്തിലൂടെ ഈ കാര്യം തന്നെയാണ് വാഗ്ദേവതകൾ നമ്മോട് പറയുന്നത്. ലളിതാ സഹസ്രനാമത്തിൽ അമ്മയുടെ സ്ഥൂലവും സൂക്ഷ്മവും സൂക്ഷ്മതമമായ രൂപങ്ങളുമെല്ലാം
വിശദീകരിക്കപ്പെടുന്നു. ഈ വർണ്ണനകളെല്ലാം തന്നെ അമ്മയുടെ സമ്പൂർണമായ രൂപത്തെ ഉൾക്കൊള്ളുന്നു എന്ന് പറയുക സാധ്യമല്ല. ചിലപ്പോഴൊക്കെ അവിടുന്ന് സ്വീകരിച്ചിട്ടുള്ള അവതാര രൂപങ്ങളെപ്പറ്റി കേവലം സൂചനകൾ നൽകാൻ മാത്രമേ ഈ വർണ്ണനകൾ കൊണ്ട് സാധ്യമാവുകയുള്ളൂ. അതുകൊണ്ടാണ് നാമവും രൂപവും ഇല്ലാത്തവൾ എന്ന അർത്ഥത്തിൽ നാമരൂപ വിവർജിത എന്ന് വാഗ്ദേവതകൾ അമ്മയെ വിശേഷിപ്പിക്കുന്നത്. ഓം നാമരൂപ വിവർജിതായൈ നമഃ. ഓം ഓം ഹ്രീം നാമരൂപ വിവർജിതായൈ നമഃ. വാഗ്ദേവതകൾ നൽകുന്ന അടുത്ത നാമമന്ത്രമാണ് ഹ്രീംകാരി എന്നത്. സൃഷ്ടിസ്ഥിതി സംഹാരകാരിണി, ഭുവനേശ്വരി ബീജമായിട്ടുള്ളവൾ, ലജ്ജയെ ചെയ്യുന്നവൾ എന്നിങ്ങനെയുള്ള അർത്ഥങ്ങളാണ് ഈ മന്ത്രത്തിനുള്ളത്. മനുഷ്യരെ അധർമ്മത്തിൽ നിന്നും പിന്തിരിപ്പിക്കുവാനാണ് മാനവരാശിക്ക് ദേവി ലജ്ജ തോന്നിപ്പിക്കുന്നത്. നാണമില്ലെങ്കിൽ മനുഷ്യരാശി മനസ്സിനെ നിയന്ത്രിക്കുകയില്ല. ലോകത്തിൽ അധർമ്മത്തിൻ്റെ വിളയാട്ടമായിരിക്കും. ലജ്ജ ഉണ്ടായിട്ട് തന്നെ അധർമ്മം വർദ്ധിച്ചു വരുന്ന ഈ കാലത്ത് അതുകൂടി ഇല്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? യാ ദേവി സർവഭൂതേഷു ലജ്ജാരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ. ഏതൊരു ദേവിയാണോ എല്ലാ പ്രാണികളിലും ലജ്ജയുടെ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നത്, ആ അമ്മയ്ക്ക് നമസ്കാരം, നമസ്കാരം, നമസ്കാരം. ദേവി മഹാത്മ്യത്തിലെ 5-ാം അധ്യായത്തിലെ ഒരു മന്ത്രമാണ് ഇത്. ത്വം ശ്രീസ്ത്വമീശ്വരീ ത്വം ഹ്രീ സ്ത്വം ബുദ്ധിർബോധലക്ഷണ ലജ്ജാപുഷ്ടിസ്തഥാ തുഷ്ടിസ്ത്വം ശാന്തിക്ഷാന്തിരേവ ച. ത്വം ശ്രീ ഐശ്വര്യമുള്ളവരിൽ ഐശ്വര്യത്തിൻ്റെ രൂപത്തിൽ വാഴുന്നത് അമ്മേ ഭഗവതി അവിടുന്ന് തന്നെയാകുന്നു. ഈശ്വരീ ത്വം, ഈശ്വരത്വം ഉള്ളവരിൽ ഐശ്വര്യത്തിൻ്റെ രൂപത്തിൽ വർത്തിക്കുന്നത് അമ്മ തന്നെയാകുന്നു. ഈശ്വരൻ്റെ പത്നിയായിട്ടുള്ള അമ്മയും അവിടുന്നാകുന്നു എന്നും അർത്ഥമുണ്ട്. ത്വം ഹ്രേ, സത്തുക്കളിൽ അധർമ്മം ചെയ്യുന്നതിൽ ഉള്ള ഭയത്തിൻ്റെ രൂപത്തിൽ വാഴുന്നതും അമ്മ തന്നെയാകുന്നു. ബോധലക്ഷണ ബുദ്ധി ത്വം, ശാസ്ത്രം അറിയാവുന്നവരിൽ കാണുന്ന ശാസ്ത്രാർത്ഥ ധാരണാ സാമർഥ്യവും അമ്മ തന്നെയാകുന്നു. ത്വം ലജ്ജ, ലോകാപവാദ ഭയം കൊണ്ട് അധർമ്മത്തിൽ നിന്ന് പിന്മാറുക എന്ന ശക്തിയായി വർത്തിക്കുന്നതും അമ്മേ അവിടുന്ന് തന്നെ ആകുന്നു. മോഷണം, പിടിച്ചുപറി, കൊലപാതകം തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്നും അത് മോശമാണ്, നാണക്കേട് എന്നൊക്കെയുള്ള ചിന്ത ഉദിപ്പിക്കുന്നത് അമ്മയാകുന്നു എന്നാണ് ഈ ഭാഗത്തിൻ്റെ അർത്ഥം. പുഷ്ടി, സമ്പത്ത്, സമൃദ്ധി എന്നീ രൂപങ്ങളിൽ വസിക്കുന്നതും അമ്മേ അവിടുന്ന് തന്നെ. തഥാ തുഷ്ടി, യഥാലബ്ധ പരിതോഷ രൂപത്തിൽ വാഴുന്നതും അമ്മേ അവിടുന്ന് തന്നെയാണ്. ഉൽപ്പന്നാർത്ഥേന യസ്തോഷ സസന്തോഷ പ്രകീർത്യതേ, കിട്ടിയതുകൊണ്ട് ഉണ്ടാകുന്ന തൃപ്തിയാണ് സന്തോഷം. അങ്ങനെയുള്ള സന്തോഷരൂപത്തിൽ വാണരുളുന്നതും അമ്മേ ദേവി അവിടുന്ന് തന്നെ. ത്വം ശാന്തി ക്ഷാന്തി ഏവ ച, ശാന്തിയും ക്ഷാന്തിയും അമ്മയുടെ രൂപങ്ങൾ തന്നെയാകുന്നു. സംയതേന്ദ്രിയ വൃത്തിത്വം ശാന്തിരിത്യുച്യതേ ബുധൈഃ, ഇന്ദ്രിയങ്ങൾ തൻ്റെ നിയന്ത്രണത്തിൻ കീഴിൽ ഇരിക്കുന്ന അവസ്ഥയാണ് ശാന്തി. എന്തെല്ലാം പ്രകോപനങ്ങളുണ്ടായാലും ക്ഷോഭത്തിന് വശംവദനാകാതിരിക്കുക, അതാണ് ശാന്തി. ആകൃഷ്ടസ്താഡിതോ വാപി യോനാക്രോശേന്ന താടയേത്, വാഗാദ്യ വികൃത സ്വസ്ഥ ശാന്തിരേഷാ സുനിർമ്മല. നിന്ദിച്ചാലും തല്ലിയാലും തിരിച്ച് നിന്ദിക്കുകയോ തല്ലുകയോ ചെയ്യാതെയും
വാക്കിലോ മനസ്സിലോ ക്ഷോഭം ഇല്ലാതിരിക്കുകയും ചെയ്യുക. അതാണ് ശാന്തി. അങ്ങനെ ശാന്തിയുടെ രൂപത്തിലും ശാന്തിയുടെ രൂപത്തിലും വിളങ്ങുന്നത് ആദിപരാശക്തിയായ ലളിതാ ത്രിപുര സുന്ദരീ ദേവി തന്നെയാണ്. ശക്തി പ്രണവമായ ഹ്രീം ഭുവനേശ്വരി ബീജമാണ്. ഹ്രീം എന്ന ബീജമന്ത്രം സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും ഉൾക്കൊള്ളുന്നു. ഹ, ര, ഈ, മ എന്നീ വർണ്ണങ്ങളാണ് ഈ മന്ത്രത്തിലുള്ളത്. ഹ, ര, ഈ എന്നിവ സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്നിവയ്ക്കായി നിലകൊള്ളുന്നതും മ ഇത് മൂന്നിനെയും നിയന്ത്രിക്കുകയും ചെയ്യുന്നു. ഇപ്രകാരം സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും ഹ്രീം എന്ന അക്ഷരത്തിൽ അടങ്ങുന്നതുകൊണ്ട് ഹ്രീംകാരി എന്ന നാമമന്ത്രത്തിന് സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്നിവ നടത്തുന്നവൾ എന്ന അർത്ഥം ലഭിക്കുന്നു. ഈ ഭുവനേശ്വരി മന്ത്രത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് മുൻപ് നിരവധി പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതുകൊണ്ട് കൂടുതലായി വിശദീകരിക്കുന്നില്ല. ഓം ഹ്രീംകാര്यै നമഃ. ഓം ഓം ഹ്രീം ഹ്രീംകാര്यै നമഃ. ഭുവനേശ്വരി ബീജം ചേർത്തു വച്ചിട്ടുള്ള ലളിതാ സഹസ്രനാമത്തിലെ ഈ മന്ത്രം ആധ്യാത്മികവും ഭൗതികവുമായ പുരോഗതിയും ലക്ഷ്യവും സമ്പൂർണ്ണമാക്കി നൽകുന്ന ഒന്നാണ്. ശക്തി പഞ്ചാക്ഷരിയിൽ ഹ്രീം എന്ന ബീജമന്ത്രം കൂടി ചേർത്താണ് ശ്രീ മഹാദേവന് പൂജകൾ നൽകുന്നതും ജപിക്കുന്നതും. അമ്മയെ ഇഷ്ടപ്പെടുന്ന, അമ്മയെ സ്നേഹിക്കുന്ന ഭക്തർക്ക് ഏറ്റവും ഉന്നതിയിൽ എത്തിച്ചേരുവാൻ ഈ മന്ത്രം ഒരെണ്ണം മാത്രം മതി. അതാണ് വാസ്തവം. ശക്തി പ്രണവമായ ഹ്രീംകാരവും ഓംകാരവും ചേർന്ന് നൽകുന്നതിനപ്പുറം ഒന്നും നൽകുവാൻ വേറെ ഒരു മന്ത്രങ്ങൾക്കും സാധ്യമല്ല എന്ന വസ്തുത കൂടി വാഗ്ദേവതകൾ പരോക്ഷമായി ഈ നാമമന്ത്രത്തിലൂടെ അടയാളപ്പെടുത്തുന്നു. ഈ പ്രപഞ്ചത്തിൽ ഇതുകൊണ്ട് സാധ്യമാകാത്തതായി ഒന്നുമില്ല. അതാണ് ഈ മഹാമന്ത്രത്തിൻ്റെ മഹത്വം. ശക്തി പ്രണവമായ ഈ ബീജമന്ത്രം സമസ്ത ദേവതാ ചൈതന്യങ്ങളെയും ഉൾക്കൊള്ളുകയും ശ്രീവിദ്യാമന്ത്രത്തിൻ്റെ നെടും തൂണായി നിലകൊള്ളുകയും ചെയ്യുന്നു. 41 ദിവസത്തിലൊരിക്കൽ 41 പ്രാവശ്യം പ്രഭാതത്തിലും വൈകുന്നേരവും ഈ മന്ത്രം ജപിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് സ്ഥിരമായ ഐശ്വര്യവും സമ്പദ് സമൃദ്ധിയും ഉണ്ടാവും. ഈ മന്ത്രം 11, 21, 41, 51, 101 ഇവയിൽ ഏതെങ്കിലും ഒന്ന് കണക്കാക്കി മഞ്ഞ, ചുവപ്പ്, നീല എന്നീ നിറങ്ങളിൽ ഏതെങ്കിലും നിറത്തിലുള്ള കടലാസിൽ എഴുതി കയ്യിൽ സൂക്ഷിക്കുക. മഞ്ഞ നിറത്തിൽ എഴുതി സൂക്ഷിക്കുമ്പോൾ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഉണ്ടാകും. ചുവപ്പ് നിറമുള്ളതിലാണ് എഴുതുന്നത് എങ്കിൽ ശത്രുദോഷവും ആഭിചാരദോഷവും അടുക്കുക പോലുമില്ല. നീല നിറമുള്ള കടലാസിലാണ് എഴുതുന്നത് എങ്കിൽ ശാന്തിയും സമാധാനവും ഉണ്ടാകും. ഇവയെല്ലാം ആഗ്രഹിക്കുന്നവർക്ക് ചെമ്പോലയിലോ വെള്ളിത്തകിടിലോ എഴുതി കൈവശം വയ്ക്കാവുന്നതാണ്. ഭുവനേശ്വരി ദേവിയായി വിളങ്ങുന്ന ലളിതാ പരമേശ്വരി ദേവി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ തൃപ്പാദപത്മങ്ങളിൽ ശതകോടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.